السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه الفائزين برضا الله. സ്നേഹാദരണീയരായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സാമൂഹ്യ സംവാദത്തിൽ മനുഷ്യാവകാശവും സാമൂഹ്യനീതിയും എന്ന വിഷയത്തിലാണ് പ്രബന്ധം അവതരിപ്പിക്കേണ്ടത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ബൗദ്ധികമായ സംവാദങ്ങളും ചർച്ചകളും കൊണ്ട് മുഖരിതമാണ് ഇന്ന് ലോകം. ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസകർ, മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ സുന്ദരമായ വാക്കുകൾ ഉരുവിടുന്നൊരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സാമൂഹിക സന്തുലിതത്വവും സമതുലനാവസ്ഥയും തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്ന കാപാലികർ സാമൂഹ്യനീതിക്ക് വേണ്ടി വാദിക്കുന്ന വിചിത്രകരമായൊരു ലോകം. ഇവിടെയാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ചില ഗൗരവമായ ആലോചനകൾ നാം നടത്തേണ്ടത്. ഒളിയ അജണ്ടകളുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും ഉപയോഗിച്ച് തേഞ്ഞുപോയ പദങ്ങളായി മനുഷ്യാവകാശവും സാമൂഹ്യനീതിയും മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുകയാണ്. നമ്മുടെ മുന്നിൽ മെലിഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് പദങ്ങളെ സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോഴും മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും ഭയാനകമായ ദുരന്തപൂർണമായ സാഹചര്യമാണ് ലോകത്ത് നിലവിലുള്ളത്. മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് ആരംഭിക്കുന്നത് മാഗ്ന കാർട്ടയിൽ നിന്നും 1776 അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ നിന്നും UN ചാർട്ടറിൽ നിന്നുമൊക്കെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യാവകാശങ്ങളെയും സാമൂഹ്യനീതിയെയും നോക്കിക്കാണാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകി, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നവർക്ക് മരണശേഷമുള്ള മറുലോകത്ത് പരമകാരുണികനായ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന്. മനുഷ്യാവകാശ ലംഘനം നടത്തിയ ആളുകളെ പരമകാരുണികനായ റബ്ബ് വിചാരണ ചെയ്യുകയും പ്രതിയുടെ നന്മകൾ എടുത്തുകൊണ്ട് ഇരകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ താക്കീത് നൽകിയെങ്കിൽ ആ താക്കീതാണ് മനുഷ്യാവകാശങ്ങളെ മാനിക്കുവാൻ വിശ്വാസികൾക്ക് പ്രചോദനമേകുന്നത്. വിശുദ്ധ ഖുർആനും അതിന്റെ പ്രായോഗിക വിശദീകരണമായ ലോകത്തിന്റെ പ്രവാചകന്റെ ജീവിതവും പരിശോധിക്കുമ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചുമുള്ള കിടയറ്റ കുറ്റമറ്റ സമഗ്രമായ സമ്പൂർണമായ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്ലാം മാനവതയുടെ മുമ്പിൽ വയ്ക്കുന്ന മനുഷ്യാവകാശ കാഴ്ചപ്പാടുകൾ പരിശോധിക്കുമ്പോൾ ആധുനിക മനുഷ്യാവകാശങ്ങളുടെ ദൗർബല്യവും വൈരുദ്ധ്യവും നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തും. കാരണം ധാർമ്മികതയിലോ മൂല്യങ്ങളിലോ അല്ല ആധുനിക മനുഷ്യാവകാശ സങ്കല്പങ്ങളും സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഉയർത്തപ്പെട്ടിരിക്കുന്നത്. മൂല്യനിരാസത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും നാസ്തികതയുടെയും അടിപ്പടവിലാണ് മനുഷ്യാവകാശങ്ങളും അതുപോലെ സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം ഇന്ന് നമ്മുടെ മുന്നിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ദൗർബല്യമായി നിലനിൽക്കുന്നത്. പ്രപഞ്ചസൃഷ്ടാവായ പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് കൃത്യമായ താളബദ്ധതയോടുകൂടിയാണ്. പരമകാരുണികനായ റബ്ബിന്റെ സൃഷ്ടിവൈഭവമാണ് എവിടെയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പ്രപഞ്ചനാഥന്റെ സൃഷ്ടിവൈഭവവും വൈവിധ്യവും അംഗീകരിക്കാതെ ഈ ഭൂതലത്തിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഈ പ്രപഞ്ചത്തെ എത്ര കൃത്യമായിട്ടാണ് പരമകാരുണികനായ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മനുഷ്യരും മണ്ണും അതുപോലെ കൃഷിയിടങ്ങളും വെള്ളവും മറ്റു ജീവജാലങ്ങളുമെല്ലാം തന്നെ
പരമകാരുണികനായ റബ്ബ് വൈവിധ്യങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയിരിക്കുകയാണ്. ഈ വൈവിധ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളുടെ അവകാശത്തെ കവർന്നെടുക്കാൻ കഴിയുക? പരിധി വിടാതെ ജീവിക്കുകയാണെങ്കിൽ സർവർക്കുമുള്ള ജീവിത സൗകര്യം ഭൂതലത്തിൽ ലഭ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തേക്ക് പരമകാരുണികനായ റബ്ബ് ഒരു സൃഷ്ടിയെ പറഞ്ഞുവിടുമ്പോൾ, പരമകാരുണികനായ റബ്ബ് ഒരു സൃഷ്ടി നടത്തുമ്പോൾ അവന്റെ ഉപജീവന മാർഗത്തെ സംബന്ധിച്ച് പരമകാരുണികനായ റബ്ബ് കൃത്യമായ നിശ്ചയങ്ങളോടുകൂടിയാണ് ഈ ഭൂതലത്തേക്ക് ഒരു ജീവിയെ പറഞ്ഞുവിടുന്നത്. അതുകൊണ്ട് ദൂർത്തടിക്കാതെ, ദുർവ്യയം ചെയ്യാതെ, പരിധി ലംഘിക്കാതെ അവനവന്റെ സർക്കിളിൽ നിന്നുകൊണ്ട് തന്റെ ബാധ്യതകൾ നിർവഹിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ സുന്ദരമായി ജീവിക്കാൻ കഴിയും. ആരും ആരെയും ഭയപ്പെടാതെ, ആരും ആർക്കും ബാധ്യതയായി മാറാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് പരമകാരുണികനായ റബ്ബ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളതിനാൽ ഈ പ്രപഞ്ച സംവിധാനത്തെ താറുമാറാക്കുന്ന രൂപത്തിലുള്ള ചൂഷണങ്ങളും കിരാതവൃത്തികളും മനുഷ്യരിൽ നിന്നുണ്ടാവരുതെന്നാണ് മാനവതയുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നന്മയെന്തെന്ന് തിന്മയെന്തെന്ന് കൃത്യമായി വ്യവച്ഛേദിച്ചു തന്നു. ആ നന്മയും തിന്മയും വേർതിരിച്ച് പഠിപ്പിക്കാനാണ് ലോകത്തേക്ക് പ്രവാചകന്മാരെ പരമകാരുണികനായ റബ്ബ് പറഞ്ഞുവിട്ടിട്ടുള്ളത്. ലോകത്തിന്റെ നാഥൻ അവന്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ മൂല്യവത്തായ സന്ദേശമുണ്ടല്ലോ, ആ മൂല്യവത്തായ സന്ദേശത്തിന്റെ അടിപ്പടവിൽ രൂപീകരിക്കുന്ന, ഉയർത്തപ്പെടുന്ന ഏതൊരവകാശങ്ങളും കുറ്റമറ്റതായിരിക്കും, സമ്പൂർണമായിരിക്കും. അതിലൊരു പോരായ്മയും നമുക്ക് കാണാൻ കഴിയില്ല. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും സാമൂഹ്യനീതിയെക്കുറിച്ചും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ അത് കുറ്റമറ്റ ഒരു അടിത്തറയിൽ വാർത്തെടുത്തിട്ടുള്ളതാണെന്ന് കാണാൻ കഴിയുന്നു. അതുതന്നെയാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിനെ ഭദ്രമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നോക്കൂ, വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യം, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇസ്രായിലെ 70-ാമത്തെ വചനം. ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. കടലിലും കരയിലും അവർക്ക് നാം വാഹന സൗകര്യം, സഞ്ചാര സ്വാതന്ത്ര്യം അവർക്ക് നാം നൽകിയിരിക്കുന്നു. അവർക്ക് ഏറ്റവും വിശിഷ്ടമായ ഉപജീവന മാർഗം നാം നൽകിയിരിക്കുന്നു. പരമകാരുണികനായ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ള മിക്ക ജീവജാലങ്ങളെക്കാളും അവർക്ക് നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. നോക്കൂ, പരമകാരുണികനായ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. പരമകാരുണികനായ റബ്ബിങ്കൽ നിന്നുള്ള ഒരു വാഗ്ദാനമാണിത്, ഒരു സർട്ടിഫിക്കറ്റാണിത്. സഞ്ചാര സ്വാതന്ത്ര്യം നൽകി നമ്മെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തു. ആധാര സൗഷ്ഠവം നൽകി ഭൂതലത്തിൽ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകി. ഇങ്ങനെ മനുഷ്യവർഗത്തെ പരമകാരുണികനായ റബ്ബ് ആദരിച്ചു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു സന്ദേശം മറ്റെന്താണ്? അതിന്റെ വിശദീകരണം എന്നോണമാണ് ലോകത്തിന്റെ പ്രവാചകൻ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണം പരിശോധിക്കുമ്പോൾ കണ്ണീരോടുകൂടിയല്ലാതെ ആ പ്രഭാഷണം വായിച്ചു തീർക്കാൻ നമുക്ക് സാധ്യമല്ല. ഇന്നും ലോകത്തത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ഹജ്ജ് വേളയിലും മിനയിലത് നാം മുഴങ്ങിക്കെട്ടുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യാവകാശങ്ങളുടെ മഹാപ്രഖ്യാപനമാണ്. അത് മനുഷ്യരുടെ ഹൃദയമറിഞ്ഞുള്ള പ്രഖ്യാപനമാണ്. അത് ലോകത്തിന്റെ പ്രവാചകൻ കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിലൂടെ മനുഷ്യരുടെ അവകാശങ്ങളെ കൃത്യമായി വ്യവച്ഛേദിച്ച് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദിമാഉകും വഅംവാലുകും വഅറാദുകും ഹറാമുൻ കഹുറുമതി ഹാദൽ ബലദ് വഫീ ഹാദൽ യൗം. ഈ ദിവസം എത്ര പവിത്രമാണോ, ഈ മാസം എത്ര പവിത്രമാണോ, നിങ്ങൾ നിൽക്കുന്ന ഈ ഭൂമി എത്ര പവിത്രമാണോ, അത്ര പവിത്രമാണ് നിങ്ങളുടെ രക്തം, അത്ര പവിത്രമാണ് നിങ്ങളുടെ അന്തസ്, അത്ര പവിത്രമാണ് നിങ്ങളുടെ ധനമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ ആ പ്രഭാഷണത്തിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന പലിശയുടെ കെടുതികളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയുണ്ടായി. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ പ്രാധാന്യമില്ല പരമകാരുണികനായ റബ്ബിങ്കിലേക്ക് അടുക്കുന്ന വിഷയത്തിലല്ലാതെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഇത് മനുഷ്യാവകാശങ്ങളുടെ മഹാപ്രഖ്യാപനമാണ്. ഇന്ന് മനുഷ്യാവകാശം എന്ന് കേൾക്കുമ്പോൾ
ആ ചരിത്രത്തെ മാഗ്ന കാർട്ടയിലേക്കും അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തിലേക്കും UN ചാർട്ടറിലേക്കും ചുരുട്ടിക്കെട്ടുന്ന ബുദ്ധിജീവികളോ ചരിത്ര വിശാരദന്മാരോ ഈ ചരിത്രത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മയേറെ വിഷമിപ്പിക്കുന്ന വസ്തുത. രക്തം ചിന്തുക എന്നത് കൊടിയ പാപമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അത് മാനവികതയെ വെല്ലുവിളിക്കുകയാണ്, മാനുഷികത്തെ വെല്ലുവിളിക്കുകയാണ്. ജീവിക്കാൻ അനുവദിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ജീവിക്കാനുള്ള അവസരം നൽകേണ്ട മനുഷ്യൻ ഈ ഭൂമിയിൽ സംഹാരത്തിനും അതുപോലെ നശീകരണ യത്നങ്ങൾക്കും നേതൃത്വം നൽകുമ്പോൾ അത് പ്രകൃതിയോടുള്ള വെല്ലുവിളിയാണ്, പ്രപഞ്ചനാഥനോടുള്ള വെല്ലുവിളിയാണ്. من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ. ഒരാളെ അന്യായമായി കൊണ്ട് കാരണമില്ലാതെ കൊല്ലുകയാണെങ്കിൽ അവൻ മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊന്നതിന്റെ തുല്യമാണ്. ജീവിക്കാൻ ഒരാൾ അനുവദിക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയതിന് തുല്യമാണ് എന്ന് മാനവതയുടെ വേദഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനേക്കാൾ വലിയ ഒരു ആശ്വാസത്തിന്റെ വചനം ഒരു ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റെവിടെയാണ് കാണാൻ കഴിയുക? നോക്കൂ, മനുഷ്യരോട് ചെയ്യേണ്ടത്, സഹജീവികളോട് ചെയ്യേണ്ടത്, സമസൃഷ്ടികളോട് ചെയ്യേണ്ടത്, ഈ ഭൂതലത്തിലെ സർവ്വതിനോടും ചെയ്യേണ്ടത് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. സംഹാരവും നശീകരണവും മനുഷ്യപ്രകൃതിയിൽ നിർലീനമായിട്ടുണ്ടെങ്കിലും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രിയാത്മകമായ നിർമ്മാണാത്മകമായ മേഖലയിലേക്ക് ഉയരാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉയരാനുള്ള വഴിയാണ് ഹിദായത്ത് അവന് നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ദുർബലർ അറുകൊല നടത്തിക്കൊണ്ട് ശക്തർ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർബലരുടെ മണ്ണും ദുർബലരുടെ വിണ്ണും ദുർബലരുടെ ജീവിതവുമെല്ലാം തന്നെ അവകാശപ്പെടുത്തിക്കൊണ്ട് ദുർബല വിഭാഗത്തെ ഭൂതലത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും നിഗൂഢമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊലയുടെ ഒരു ലോകക്രമമാണ് എവിടെയും. കൊലയുടെ ലോകക്രമം. ലോകത്തെ ഏറ്റവും വലിയ ആയുധമേത്? ലോകത്തെ ഏറ്റവും വലിയ വ്യവസായം ഏതെന്ന് ചോദിച്ചാൽ അത് ആയുധ വ്യവസായമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പല രാഷ്ട്രങ്ങളെയും പരസ്പരം തലതല്ലിക്കീറുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടും പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വാസത്തിലെടുക്കുന്ന ആളുകളെപ്പോലും ആക്രമണത്തിന്റെയും ആക്രന്ദനത്തിന്റെയും വഴിയിലേക്ക് നീക്കിവിട്ടുകൊണ്ടും ലോകത്തെ ദുർബലരെ ഭൂമിയിൽ നിന്നില്ലാതാക്കുവാൻ വേണ്ടി ലോകത്തെ പ്രബല കക്ഷികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ആലോചിക്കേണ്ട ഏറ്റവും വലിയ ഒരു വിഷയം തന്നെയാണിത്. ഇന്ന് പരസ്പരം തലതല്ലിക്കേറുന്ന സാഹചര്യത്തിലേക്ക് രാഷ്ട്രങ്ങളെ വിട്ടുകൊണ്ട് ആയുധ കച്ചവടം പൊടിപൊടിക്കുകയാണ്. ലോകത്തിന്റെ പോലീസ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അമേരിക്ക നടത്തുന്ന ആയുധ കച്ചവടത്തെക്കുറിച്ച് ഇന്ന് ഓരോരോ റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിക്കിലീക്സ് റിപ്പോർട്ടുകളിൽ അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ നെറുകേടുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങളെപ്പോലും പരസ്പരം വിശ്വാസത്തിലെടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തമ്മിൽ തലതല്ലിക്കേറുന്ന ഒരു സാഹചര്യമുണ്ടാക്കി അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും വെള്ളവും കൊള്ളയടിക്കുവാൻ വേണ്ടിയാണ് ജൂതലോബിയും അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം വിക്കിലീക്സ് റിപ്പോർട്ടുകൾ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് തങ്ങൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടും ലോകത്തിന് മുന്നിൽ നാണക്കേടോടുകൂടി നിന്നുകൊണ്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തകർക്കുവാനും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കുവാനും എന്തെല്ലാം വഴികളുണ്ടോ അതിനെല്ലാം ജൂതലോബിക്ക് സർവ്വവിധ സഹായവും നൽകുക എന്ന ഏറ്റവും നെറികെട്ട ഒരു പ്രവർത്തനത്തിനാണ് അമേരിക്കയും ശിങ്കിടിയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, അത്തരം ഒരു ലോകക്രമം നമുക്ക് ആലോചിക്കാൻ വയ്യ. അത്തരം ആക്രമണത്തിന്റെ ക്രമമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൊലയിലേക്ക് നയിക്കുന്ന സർവ്വകാര്യങ്ങളെയും ഇസ്ലാം തടയിടുകയാണ്. പരിഹസിക്കാൻ പാടില്ല, വിദ്വേഷമുണ്ടാവാൻ പാടില്ല, അസൂയയുണ്ടാവാൻ പാടില്ല. ഇതെല്ലാം എന്തിനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അത്തരം കാര്യങ്ങളാണ് മനുഷ്യർ പരസ്പരം തലതല്ലിക്കേറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള കാരണങ്ങൾ. ആ പഴുതുകളാണ് ഇസ്ലാം അടക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. സൂറത്ത് ഹുജറാത്തിലെ
11-ാമത്തെ വചനമാണ്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കാൻ പാടില്ല. നിങ്ങൾക്കില്ലാത്ത ഒട്ടനവധി ഗുണങ്ങൾ അവരിൽ നിങ്ങൾ കണ്ടേക്കാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വിഭാഗത്തെ താഴ്ത്തിക്കെട്ടുവാനും ഒരു വിഭാഗത്തെ ഭൂതലത്തിൽ നിന്ന് ഇല്ലാതാക്കുവാനും ശ്രമിക്കുവാൻ നമുക്ക് കഴിയുന്നത്? ഒരിക്കലും അത് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൊലക്ക് അതിശക്തമായ ശിക്ഷയാണ് ഇസ്ലാം നൽകുന്നത്. അത് മനുഷ്യ ജീവിതത്തിനും മനുഷ്യവാസത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിനുമാണ് അത്തരം ശിക്ഷാവിധികൾ ഇസ്ലാം മാനവതയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്ത് ബഖറയിലെ 179-ാമത്തെ വചനം. പ്രതിക്രിയയിൽ അതുപോലെ തുല്യ ശിക്ഷ നൽകുന്നതിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ അത്തരം ശിക്ഷകളും പ്രതിക്രിയകളും എല്ലാം തന്നെ മനുഷ്യരുടെ വാസത്തിന് അനുഗുണമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. നോക്കൂ, ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായങ്ങൾ, ആ ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായങ്ങൾ പരിശോധിക്കുമ്പോൾ പോലും അത് മനുഷ്യാവകാശങ്ങളെ പരിഗണിക്കുകയാണ്. ഇരകൾക്ക് നീതി ലഭിക്കുന്ന സമ്പ്രദായങ്ങളാണ് ഇസ്ലാമിലുള്ളത്. പലപ്പോഴും ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുമ്പോൾ അതിനെ സമൂഹത്തിൽ കല്ലെറിയുവാൻ ഇവിടുത്തെ മഞ്ഞപ്പത്രങ്ങളും അതുപോലെ ഇസ്ലാം വിരുദ്ധ ശക്തികളും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ശിക്ഷാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ അത് മനുഷ്യനെ സംസ്കരിക്കുവാനും മനുഷ്യരിൽ നിന്ന് കുറ്റവാസന ഇല്ലാതാക്കുവാനും അവകാശങ്ങളെ സംരക്ഷിക്കാനുമുള്ളതാണ് എന്ന് ആത്യന്തികമായി ബോധ്യപ്പെടുന്നതാണ് ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായങ്ങള്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ നമ്മെ ഏറ്റവും വലിയ ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. ദുർബലരെ സഹായിക്കുന്ന, ദുർബലരുടെ പക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കാത്തിടത്തോളം കാലം അത് മനുഷ്യ സമൂഹത്തിന് മുഴുവൻ നാശമായി വഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ ലോകത്തിന്റെ പ്രവാചകൻ പവിത്രത കൽപ്പിച്ചത് രണ്ടാമത് ധനത്തിനാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് സാമ്പത്തിക രംഗത്ത് ഒട്ടനവധി ചൂഷണങ്ങൾ നടക്കുകയാണ്. ഒരുപാട് അവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദുർബലരെ കൂടുതൽ പാപ്പരീകരിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശക്തന്മാരെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന ഏറ്റവും വൃത്തികെട്ട സാമ്പത്തിക ഇടപാടുകളും സാമ്പത്തികമായ നീക്കുപോക്കുകളുമാണ് ലോകത്ത് കാണുന്നത്. പലിശയിലധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് തരിപ്പണമാവുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്നു. ഓരോ വലിയ കമ്പനികളും നേരം വെളുക്കുമ്പോഴേക്ക് പാപ്പരായിക്കൊണ്ട് അവരെ ഗവൺമെന്റുകൾ സഹായിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇത് സാധിച്ചു? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇത് കുറ്റമറ്റ ഒരു ആശയത്തിലോ കുറ്റമറ്റ മൂല്യങ്ങളിലോ അല്ല ഇന്നുള്ള സാമ്പത്തിക വ്യവസ്ഥ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അത് മനുഷ്യരുടെ നിഗമനങ്ങളിലാണ്, പലിശ വ്യവസ്ഥയിലാണ്, ചൂഷണ വ്യവസ്ഥയിലാണ്. അത്തരം ചൂഷണ വ്യവസ്ഥയാൽ ഉയർത്തപ്പെടുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ലോകത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് ആധുനിക ചലനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. നോക്കൂ നിങ്ങൾ, ദുർബലരെ കൂടുതൽ ദുർബലരാക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെയും നമുക്ക് ശബ്ദിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ലോകത്തിന്റെ പ്രവാചകൻ പവിത്രർ കൽപ്പിച്ചത് അന്തസ്സിനാണ്. ഇന്ന് അഭിമാനം പിച്ചു ചീന്തുന്ന, അഭിമാനം തല്ലി തകർക്കുന്ന നിലപാടുകളാണ് ശക്തരാഷ്ട്രങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർണരെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തൊഴിലാളി എന്ന് പറഞ്ഞുകൊണ്ട്, ഇരയെന്ന് പറഞ്ഞ്, പട്ടിണിക്കാരനെന്ന് പറഞ്ഞ്, നിരക്ഷരനെന്ന് പറഞ്ഞ്, ആദിവാസി എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ ഭൂതലത്തിൽ നിന്നില്ലാതാക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തീവ്രവാദികളെന്ന് പറഞ്ഞ്, ഭീകരവാദികളെന്ന് പറഞ്ഞ്, ആചാരന്മാരെന്ന് പറഞ്ഞ്, രാജ്യദ്രോഹികളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂനപക്ഷം വരുന്ന സമൂഹത്തെ അപരവൽക്കരിക്കുവാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചാലരാവുന്നവരുടെ ദർശനങ്ങളുടെ പൊള്ളത്തരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എല്ലാം തന്നെ അപരവൽക്കരിക്കുവാനും അവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും ലോകത്തിന്റെ മുന്നിൽ ഇല്ലാതാക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത്? ഇസ്ലാം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഇസ്ലാം കടന്നു ചെല്ലുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ച ഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രോജ്വലമായ പ്രഭ പ്രവേശിക്കുകയാണ്. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കി കല്ലെറിഞ്ഞു കൊല്ലാൻ ഇസ്ലാം വിരുദ്ധ ശക്തികൾ അവരുടെ ആവനാഴിയിലുള്ള സർവായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശ്രമം നടത്തുമ്പോഴും ഇസ്ലാമിന്റെ സമുജ്വലമായ സന്ദേശം
മനുഷ്യഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട്, സഹോദരിമാരുടെ ഹൃദയത്തെ കീഴടക്കിക്കൊണ്ട് ഇസ്ലാം പടർന്നു പിടിക്കുന്നു എന്നുള്ളത് ഇസ്ലാം വിരുദ്ധ ശക്തികളെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മാനവതയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന സന്ദേശങ്ങൾ കരുത്തുറ്റതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇസ്ലാം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ കെൽപ്പുള്ള മതമാണ് എന്ന് ഇസ്ലാം വിരുദ്ധ ശക്തികൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിക വിശ്വാസവും ഇസ്ലാമിക കർമ്മങ്ങളും ലോകത്ത് പടർന്നാൽ അത് തങ്ങളുടെ താൽപര്യങ്ങൾക്ക്, തങ്ങളുടെ വിപണി താൽപര്യങ്ങൾക്ക്, തങ്ങളുടെ വ്യാപാരവൽക്കരണത്തിന് അടിയാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്തരം ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തല്ലി തകർക്കുവാൻ ആഗോള കുത്തകകൾ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇസ്ലാമിക സമൂഹത്തെ ദുർബലമാക്കുവാൻ, അവരുടെ അവകാശങ്ങൾ തല്ലിക്കെടുത്തുവാൻ ബോധപൂർവമായ ഒരു ശ്രമം ഇസ്ലാം വിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഫലസ്തീനിലെ മനുഷ്യ സഹോദരങ്ങളെ സംബന്ധിച്ച് കണ്ണീർ വീഴ്ത്താത്തവർ ഈ ഭൂമുഖത്താരാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ആ രാജ്യത്തെ ദുർബലരായ ജനവിഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തവർ ആരാണ്? സ്വന്തം ആരാധനാ കർമ്മങ്ങൾ പോലും നിർഭയത്വത്തോടെ നിർവഹിക്കാൻ നിർവാഹമില്ലാതെ നിരാലംബരായി കഴിയുന്ന ആ മനുഷ്യർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീർ വീഴ്ത്താത്ത മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? മസ്ജിദുൽ അഖ്സ അവരുടെ കൺമുന്നിലായിട്ട് പോലും അതിലൊന്ന് കയറി നമസ്കരിക്കുവാൻ ആ സാധുക്കൾക്ക് സാധിക്കുന്നില്ല. 2 വർഷമായിട്ട് കടുത്ത ഉപരോധത്താൽ വീർപ്പുമുട്ടിക്കഴിയുകയാണ്. അവശ്യ സാധനങ്ങൾ പോലും ലഭിക്കുന്നില്ല. വെള്ളമില്ല, വെളിച്ചമില്ല, മണ്ണെണ്ണയില്ല, മരുന്നില്ല. അതുമായി വരുന്ന കപ്പലുകളെപ്പോലും ഉപരോധിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ തടങ്കൽ പാളയത്തിലിട്ടുകൊണ്ട് പുതിയ ഗോണ്ടനാബുകളും അബൂഹുറൈബുകളും സൃഷ്ടിക്കുവാനാണ് സയനിസ്റ്റ് ലോബി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മനുഷ്യാവകാശ ധ്വംസനത്തെക്കുറിച്ച് ഇവിടുത്തെ മീഡിയകൾ തമസ്കരിക്കുകയാണ്, തമസ്കരണി തൂക്കുകയാണ്. എന്നിട്ടോ മനുഷ്യരെ വിനോദങ്ങളിലേക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അറബ് രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ചെറിയൊരു മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ അടയാളം കാണുമ്പോഴേക്ക് അതാ ഇസ്ലാമിക രാജ്യത്ത്, അറബ് രാജ്യത്ത് മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നു എന്ന് വലിയ കോളത്തിൽ എഴുതുന്ന മഞ്ഞ പത്രങ്ങളും മാർഡോക്കിയൻ പത്രങ്ങളുമെല്ലാം ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി എന്ന് നാം വിശേഷിപ്പിക്കുന്ന BBC പോലും ആ ഇരകൾക്ക് വേണ്ടി ഒരു സംഭാവന പിരിക്കാൻ പരസ്യം കൊടുത്തപ്പോൾ ഇല്ലാത്തരം തീവ്രവാദികൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനലിലെ സമയം ഞങ്ങൾ ചെലവഴിക്കില്ല എന്ന് പറയുന്ന ദാർഢ്യത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീര് വീഴ്ത്താതെ നമുക്കെങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളെ കടന്നുപോകാൻ കഴിയുക? ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും നിരാലംബരായ കുഞ്ഞുമക്കള്, വൈധവ്യത്തിന്റെ ദുരിതം പേറുന്ന സോദരിമാരോ, അതുപോലെ ബോംബുകളും അതുപോലെ ആയുധങ്ങളുമെല്ലാം ഏറ്റുകൊണ്ട് കഷ്ടപ്പാടിൽ വിഷമത്തിൽ കഴിയുന്ന മനുഷ്യര്, അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇവിടെ നമുക്ക് ആരെയും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ഭരണകൂടത്തിന്റെ ചില ചലനങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നു. നിഷേധിച്ചിട്ട് കാര്യമില്ല. ഭരണകൂടത്തെ തെറ്റായ രീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ബ്യൂറോക്രാറ്റുകളാണ് യഥാർത്ഥത്തിൽ അതിലെ ഒന്നാം പ്രതി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാശ്മീരും അതുപോലെ ഗുജറാത്തിലെ വംശഹത്യയും ബോംബെയിലെ സംഭവങ്ങളുമെല്ലാം തന്നെ മുസൽമാന്റെ മനസ്സിൽ ഇന്നും ഉണങ്ങാതെ നിൽക്കുകയാണ്. ബാബരി മസ്ജിദിന്റെ ധ്വംസനം എങ്ങനെയാണ് ഒരു മുസൽമാന് വിസ്മരിക്കാൻ സാധിക്കുക? ഗുജറാത്തിലെ വംശഹത്യയും ബോംബെ കലാപങ്ങളും ബാബരി മസ്ജിദിന്റെ ധ്വംസനങ്ങളും തീർത്ത മുറിവിൽ ഉപ്പും ചാരവും വാരിയെറിഞ്ഞുകൊണ്ട് ഹിന്ദുത്വ ഭീകരർ കൂടുതൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അപരവൽക്കരിക്കുവാനും പുറമ്പോക്കുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാക്കി മാറ്റി നിർത്തുവാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വസ്തുതയുള്ളത്, മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ നേർചിത്രങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖര് രേഖകൾ വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ധീരന്മാർ കർക്കരയെ വധിച്ചതിന് പിന്നിലെന്ത് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു. സംഭോധയുടെയും അജ്മീർ സ്ഫോടനത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച സന്യാസിമാരെ കുറിച്ച് ഇതാ വെളിപ്പെടുത്തലുകൾ വന്നു കഴിഞ്ഞു. ഇവിടുത്തെ രാഷ്ട്രീയ പ്രമുഖർ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാടകക്ക് വർഗീയ കലാപങ്ങൾ നടത്തിയവരും ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്നവരും അവരെ കൈയോടെ പിടികൂടിയപ്പോൾ രാജ്യത്ത് സ്ഫോടനം നടക്കുന്നില്ല എന്നാണ്
ഇവിടുത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നാം നിഷേധിക്കുന്നില്ല. പക്ഷേ അതിന് പരിഹാരമായിക്കൊണ്ട് മുസ്ലിങ്ങളെ സംഘടിച്ച് ആയുധങ്ങളും ആൾബലവുമായിക്കൊണ്ട് ഇവരെ നേരിടുകയാണോ വേണ്ടത്? അതോ ക്രിയാത്മകമായ മാർഗത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരം ആളുകളെ വിമോചിപ്പിക്കുവാനുള്ള ബൗദ്ധികമായ മുന്നേറ്റങ്ങളാണോ നടത്തേണ്ടത്? അതാണിവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുതയുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ജാഗരം കൊള്ളിക്കുവാൻ ഇവിടുത്തെ ന്യൂനപക്ഷ ഭീകരവാദികളും അതുപോലെ ഭൂരിപക്ഷ വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും ആളുകളും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏത് കേഡർ പാർട്ടികളുടെയും ഏറ്റവും വലിയ വിഷയം മനുഷ്യാവകാശ ധ്വംസനമാണ്, സാമൂഹ്യനീതിയാണ്. പക്ഷേ അതിനവർ ഇടപെടൽ നാട്യങ്ങളുമായിക്കൊണ്ട് ലോകത്തെ വഞ്ചിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വലിയ മനുഷ്യാവകാശ പ്രവർത്തകരാണെന്നും ഞങ്ങൾ സാമൂഹ്യനീതിക്ക് വേണ്ടി വാദിക്കുന്നവരാണെന്നും ജനങ്ങളെ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഒളിയ അജണ്ടകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ നക്സലുകളും അതുപോലെ തീവ്രവാദികളും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മതരാഷ്ട്രവാദികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ തുറുപ്പുചീട്ട് മനുഷ്യാവകാശത്തിന്റെ തുറുപ്പുചീട്ടാണ്, സാമൂഹ്യനീതിയുടെ തുറുപ്പുചീട്ടാണ്. അത് ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മതരാഷ്ട്രവാദികളുടേത് മാത്രമല്ല, അങ്ങ് അൽ ഇഖ്വാനുൽ മുസ്ലിമൂന്റെയും അവരുടെ നയങ്ങളും നിലപാടുകളും സ്വീകരിച്ച് ലോകത്ത് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും തുരുപ്പുചീട്ടാണ് മനുഷ്യാവകാശവും സാമൂഹ്യനീതിയും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒളി അജണ്ടകളുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും അവരുടെ ഒളി അജണ്ടകൾ സമൂഹത്തിൽ കുത്തിവെക്കുവാൻ, സമൂഹത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് നൽകുവാൻ അവർ ഇതിനെയാണ് മറയായി സ്വീകരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം തീവ്രവാദി കൂട്ടങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ പച്ചയായിക്കൊണ്ട് അവരെ തുറന്നു കാട്ടുവാനുള്ള യത്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. സാമൂഹ്യനീതിയുടെ ഇസ്ലാമിക സന്ദേശങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. ദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ ഇസ്ലാം മാനവതയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന സക്കാത്ത് വ്യവസ്ഥയോളം ബദൽ നിൽക്കുന്ന ഒരു വ്യവസ്ഥയെ ആർക്കും സമർപ്പിക്കാൻ സാധ്യമല്ല. ഇന്ന് ലാറ്റിൻ അമേരിക്കയുടെ ഗുണഗണങ്ങളെ സംബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ ഒരാൾ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും അവരുടെ മൂല്യത്തകർച്ചയും കൊണ്ട് കുഴഞ്ഞുമറിഞ്ഞൊരു സാഹചര്യത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെ പിന്തുടരുന്നവരും സാമ്പത്തിക മേഖലയെ പിന്തുടരുന്നവരും വളരെ ഭദ്രമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാം വിരുദ്ധ ശക്തികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ കയറ്റി കല്ലെറിഞ്ഞു കൊല്ലാൻ ആരോപണങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് തീവ്രവാദമെന്ന് പറഞ്ഞു, ഒരു കാലത്ത് ഭീകരവാദമെന്ന് പറഞ്ഞു, ഒരു കാലത്ത് ഹിജാബ് എന്ന് പറഞ്ഞു, ഒരു ഭാഗത്ത് ഖുർആൻ കത്തിക്കുമെന്ന് പറഞ്ഞു. ഹിജാബ് പോലും മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാമവെറിയന്മാർക്ക് പെണ്ണിനെ അതുപോലെ നാടകങ്ങളിലേക്കും സിനിമകളിലേക്കും ഡാൻസുകളിലേക്കും പെണ്ണിനെ വലിച്ചെറിയുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് ഹിജാബിനെ മനുഷ്യാവകാശ ലംഘനമായി കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്, കരിനിയമങ്ങൾ, പോട്ട പോലുള്ള നിയമങ്ങൾ അങ്ങ് ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഇവിടെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം നിയമങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ നിരപരാധികളെ ജയിലിലടച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ ശബ്ദത്തെ നേർപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുടനീളം ജനാധിപത്യത്തിന്റെ അത്തരം ശക്തികളെ നേർപ്പിക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. പക്ഷേ ജനാധിപത്യത്തിന്റെ ശബ്ദവുമായി കൊണ്ട് അവർ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. സൂചിയെപ്പോലുള്ള, ലിയോ സിയാബോയെപ്പോലുള്ള, ബിനായക് സെന്നിനെ പോലുള്ള, ഇറാൻ ശർമ്മയെപ്പോലുള്ള ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടായേക്കാം. എങ്കിൽ പോലും യാതൊരു ന്യായവുമില്ലാതെ ജയിലറയിൽ തള്ളുന്ന
അത്തരം നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തും അത്തരം അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പർദ്ദയെ തീവ്രവാദത്തിന്റെ അടയാളമാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിരപരാധികൾ യാതൊരു വിചാരണയുമില്ലാതെ ജയിലിൽ കിടക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല, നാം ഇഷ്ടപ്പെടുന്നില്ല. അതിനെ ആരും പിന്താങ്ങുകയുമില്ല. പക്ഷേ തെറ്റു ചെയ്തവനെ കോടതി ശിക്ഷിക്കേണ്ടതുണ്ട്, തെറ്റു ചെയ്തവനെ ജയിലിലടക്കേണ്ടതുണ്ട്. കാരണം അവർ ക്രിമിനലുകളാണ്. അവർ സമൂഹത്തിന്റെ ഭദ്രത തകർക്കും. അതുകൊണ്ട് അത്തരം ആളുകൾ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ താടിയുള്ളവനോ തൊപ്പിയുള്ളവനോ പൈജാമയിട്ടവനോ മുണ്ടുടുത്തവനോ എന്ന് നമുക്ക് നോക്കേണ്ടതില്ല. അത്തരം ക്രിമിനലുകളെ കോടതി വിചാരണ നടത്തി ജയിലിലേക്ക് അടക്കുകയും എല്ലാവർക്കും മാതൃകയായ ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായൊരു വായനയുണ്ടാവേണ്ടതുണ്ട്. നവകാല വായന മുഴുവൻ പൊള്ളത്തരങ്ങളാണ് എന്നും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതുപോലെ സാമൂഹ്യ സമത്വം ഉണ്ടാവണമെങ്കിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ഇസ്ലാമിക മൂല്യങ്ങൾ സമൂഹത്തിൽ പടർത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നിർവഹിക്കേണ്ടത്. നശീകരണമല്ല, നിർമ്മാണാത്മകമായ മേഖലയിലേക്ക് യുവാക്കളും കുട്ടികളും സ്ത്രീകളുമെല്ലാം കടന്നു വന്നുകൊണ്ട് നാം ഈ മലയാളക്കരയിലും ഇന്ത്യ രാജ്യത്തും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇസ്ലാമിന് ശോഭന ഭാവിയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇസ്ലാം വിജയിക്കും, ഇസ്ലാം ഉയർന്നു നിൽക്കും. സൂര്യപ്രകാശമെത്തുന്ന സർവ്വസ്ഥലങ്ങളിലും ഇസ്ലാമിന്റെ പ്രകാശ ഗോപുരം പ്രഭചൊരിഞ്ഞുകൊണ്ടിരിക്കും. സംശയമില്ല. പ്രതീക്ഷിക്കാം, മുന്നോട്ട് പോകാം, ഖുർആൻ പഠിക്കാം, ലോകത്തിന്റെ പ്രവാചകന്റെ ചര്യയെ നമുക്ക് മുറുകെ പിടിക്കാം. മനുഷ്യാവകാശങ്ങൾ മാനിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ ചരിത്രം നമുക്ക് വീണ്ടും വായിക്കാം. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച പ്രവാചകൻ വളർത്തിയെടുത്ത ജനവിഭാഗത്തിന്റെ സമുജ്വലമായ ചരിത്രത്തേക്ക് വീണ്ടും നാം തീർത്ഥയാത്ര ചെയ്യാം. അങ്ങനെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ചും ഗവേഷണം നടത്തിക്കൊണ്ടും മുമ്പോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് നന്മയുണ്ടാകും, നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.